കോവൂർ ഇരിങ്ങാടംപള്ളി മിനി ബൈപ്പാസ് റോഡിലെ രാത്രികാല കടകളുമായി ബന്ധപ്പെട്ട തർക്കം സംഘർഷവുമാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. ഇതിൽ മറ്റൊരു വശം, ഈ റോഡിൽ 800 മീറ്റർ ദൂരത്തിൽ ഏതാണ്ട് 30-ലധികം വ്യാപാര സ്ഥാപനങ്ങളാണ്, ചായക്കടകൾ ഉൾപ്പെടെയുള്ളവ പ്രവർത്തിക്കുന്നത്. അതിൽ ബഹുഭൂരിപക്ഷവും നടത്തുന്നത് അതിൻ്റെ ഉടമകൾ യുവാക്കളാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ പ്രതിഷേധത്തിനിടെ ആക്രമണം നേരിട്ട കടയുടെ ഉടമകൾ ഇപ്പോൾ പഠനം കഴിഞ്ഞ് ഇപ്പോൾ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ എന്ന് പറയാവുന്ന ആ നിലയ്ക്ക് പ്രായം കുറഞ്ഞവരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നിങ്ങളെങ്ങനെയാണ് ഈ വ്യവസായത്തിലേക്ക് എത്തുന്നത്? എന്തായിരുന്നു അവിടുത്തെ ഒരു സ്ഥിതി? നമ്മൾ പഠനമൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന ആശയത്തോടുകൂടി പിന്നെ അവിടെ ഫുഡ് സ്ട്രീറ്റായി വരുന്നതെന്ന് പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് എല്ലാം പറഞ്ഞതുകൊണ്ട് അവർ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങിയൊരു സ്ഥാപനമായിരുന്നു. ഇപ്പോൾ 3 മാസമായിട്ടുള്ള ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു 4-5 മാസം മുന്നേ വരെ അതിൻ്റെ ഒരു അധ്വാനത്തിലും എല്ലാത്തിലുമായിരുന്നു. 3 മാസമായിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്. നിങ്ങൾ എത്ര പേര് ചേർന്നാണ് ഈ സ്ഥാപനം? 4 ഫ്രണ്ട്സ് തുടങ്ങിയതാണ്. എങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? ഈ 3 മാസം എങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? അതിന് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നോമ്പായതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു പ്രശ്നമില്ലാണ്ട് ബാക്കിയെല്ലാം നല്ല രീതിയിൽ, പിന്നെ അവിടുത്തെ സ്റ്റുഡൻസും ഫാമിലി ഓഡിയൻസ് എല്ലാം വന്നിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡ്രീമായിരുന്നു ഈ സംരംഭകത്വം? അതെ, ഇത് നമ്മളിത് പഠിച്ചിറങ്ങി ദേവഗിരിയിലാണ് പഠിച്ചത്. നമ്മളുമാണെങ്കിലും പഠിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ ഈ ഭാഗത്ത് തന്നെ നമ്മളും പഠിച്ചു കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് തന്നെയാണ് ഉണ്ടാവില്ല. ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്തേ തുടങ്ങണം എന്നുള്ളത് ചിന്തിച്ചപ്പോൾ തന്നെ ഈ ഒരു ഏരിയയിൽ തന്നെയൊക്കെ നമ്മൾ വന്ന് ഇതാക്കിയ ഏരിയയാണ്. അതേ ഏരിയയിൽ തന്നെ തുടങ്ങണം എന്നുള്ളതിൽ തുടങ്ങാനും എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതുവരെ ഈ 3 മാസം നടത്തി, ഒരു കുഴപ്പമില്ല. ഈ ഒരാഴ്ച കൊണ്ടാണ് എല്ലാം മാറിയത്. ഈ ഇഷ്യൂസിലേക്ക് വരുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അറിവിൽ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശരിക്കും ഇതിൻ്റെ മുന്നേ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലായിരുന്നു. അന്ന് നാട്ടുകാർ 3 ദിവസം പറഞ്ഞിട്ട് നമ്മൾ ശേഖരിച്ച് പൂട്ടി. അത് കഴിഞ്ഞ് പിന്നെ 4ാമത്തെ ദിവസം വന്ന് പറഞ്ഞ് 10:30 പൂട്ടണം. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ എന്തേ സർക്കുലർ എന്തേ നിയമപരമായിട്ട് എന്തേ ആദ്യം പറയുകയാണെങ്കിൽ പൂട്ടാം, ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ ഒന്നും തള്ളായി. ബാക്കി എല്ലാ കടക്കാരും അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു, എന്താ ചെയ്യണം നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ഒന്നും തള്ളായി, പ്രശ്നമായി. പിന്നെ ഫുൾ ഷോപ്പിനെതിരെയായി, നമ്മുടെ ഷോപ്പിനെതിരെയായി പ്രശ്നങ്ങൾ വന്നത്. നമ്മളാണ് വലിയ 4 ആൾക്കാരൊന്നും ചെയ്തിട്ടുമില്ല അധികം. നിങ്ങൾ ഇന്നലെ തുറന്നിരുന്നു ഈ ആക്രമണം? ഇല്ല, ഓൾറെഡി നല്ല പൂട്ടിയിട്ടായിരുന്നു. കാരണം അതിന് പിറ്റേന്ന് എന്തായാലും കച്ചറ ആയിട്ടുണ്ടല്ലോ, പിന്നെ തുറന്നിട്ടില്ലായിരുന്നു ഇന്ന്. എന്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഷോപ്പ് ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് എന്നുള്ളതാണ് നിങ്ങൾ കരുതുന്നത്? സംഭവം ആദ്യം ഒരു പൂട്ടാൻ പറഞ്ഞ് കയറിയത് നമ്മളെ ഷോപ്പിലാണ്. അപ്പോൾ അവിടെയാണ് സംഘർഷം ഉണ്ടായത്. തലേന്ന്. അപ്പോൾ നാട്ടുകാരും പാർട്ടിക്കാരും എല്ലാ പാർട്ടിക്കാരും ഉണ്ട് എന്നാണ് കേട്ടത്. അതിൻ്റെ ഇടയിൽ ഡിവൈഎഫ്ഐൻ്റെ ആർക്കും അടി കിട്ടിയത്. നമ്മളായിട്ട് തുടങ്ങിയതോ നമ്മളായിട്ട് അടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്കൊരു പാർട്ടിയോ നാട്ടുകാരായിട്ടോ ഒരു എതിർപ്പൊന്നും ഇല്ലാത്തൊരു ഫ്രണ്ട്സ്, നമ്മൾ പാർട്ടിയായിട്ടൊന്നുമില്ല. പിന്നെ അവിടുന്ന് തുടങ്ങിയെന്ന് പറഞ്ഞിട്ടാണ്, അവിടെ അടിച്ചെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഷോപ്പിന് ഇപ്പോൾ ഫോക്കസ് ടാർഗറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നത്. വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ടോ കടയിൽ? നഷ്ടം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ റെപ്യൂട്ടേഷൻ നഷ്ടപ്പെട്ട്. കാരണം മീഡിയാസിലൊക്കെ ലഹരിൻ്റെ പേരിലാണ് അത് വരുന്നത്. റെപ്യൂട്ടേഷൻ നഷ്ടപ്പെട്ട്. പിന്നെ അതേമാതിരി തന്നെ എന്താ പറയുക, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കോൺഫിഡൻസ് കുറച്ച് കുറഞ്ഞിരിക്കണ്. നാട്ടുകാരും എല്ലാവരും എതിർപ്പ് നിൽക്കുമ്പോൾ നിരാശയിലാണ് ഇപ്പോൾ കുറച്ച്. തുറക്കുന്ന കാര്യം പരിഗണനയിലുണ്ട്? എങ്ങനെയാണ്? 10 വരെ തുറക്കാൻ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ പാർക്കിങ്ങും അങ്ങനെ സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പം തൽക്കാലം ഇതിനോട് 1 മാസം അംഗീകരിച്ച് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തൽക്കാലം 1 മാസം അവർ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാനാണ് നോക്കുന്നത്. എന്താണ് ഈ ഇഷ്യൂസിലേക്ക്? നിങ്ങളടുത്തൊരു വ്യാപാരിയാണ്, എന്താണ് ഈ ഇഷ്യൂസിലേക്ക് വരുന്നത്? കുറച്ച് കാലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ അവിടെ. അപ്പോൾ ഈ ഇഷ്യൂസ് ഇപ്പോൾ ഈ അടുത്താണ് തുടങ്ങുന്നത്, എന്താ സംഭവിച്ചത്? അതായത് ഇതാദ്യം തുടങ്ങുന്ന സമയത്ത് 1ഉം 2ഉം സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അന്ന് ഇവിടെ ചെറുപ്പക്കാരായ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് കാണാനും ഇത് നമ്മൾ വേറെ ഫുഡ് കഴിക്കാനുമായിട്ട് പല ഭാഗത്തുനിന്നും അന്നേ ആൾക്കാർ ഈ റോഡിലേക്ക് വരാൻ. പക്ഷേ അന്ന് ഇത്രയും ട്രാഫിക്കും കാര്യങ്ങളൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ അടുത്തിടെയായിട്ട് ഒരുപാട് ചെറുപ്പക്കാർ ഇത് കണ്ട് ഇൻസ്പയർ ആയിട്ട് ഈ റോഡിലേക്ക് വരികയും ഇവിടുത്തെ ആൾക്കാരെ സ്ഥലത്ത് തന്നെയാണ് ഹൈ പേയിങ് റെൻ്റ് കൊടുത്തിട്ട് പുതിയ സംരംഭം സ്റ്റാർട്ടപ്പ് തുടങ്ങുകയും അതുമൂലം കൂടുതൽ കസ്റ്റമേഴ്സ് പല ഭാഗത്തു നിന്നും, ഇപ്പോൾ അറിയാലോ ഫുഡ് ബ്ലോഗിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാരെ ഈസിലി നമുക്ക് മാർക്കറ്റ് ചെയ്തിട്ട് എത്തിക്കാൻ പറ്റും. ഈ ഒരു സാഹചര്യം വെച്ചിട്ട് ഇവിടെ പാർക്കിങ്ങിൻ്റെ ഇഷ്യൂസ് കൂടുതലായിട്ടുണ്ടായി. അത് സ്വാഭാവികമായിട്ടും റെസിഡൻസിന് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറി. പക്ഷേ ഇതൊരു വർഷത്തിൻ്റെ ഇടയിലായതുകൊണ്ട് തന്നെ നമ്മൾ വ്യാപാരികൾക്ക്, നമ്മൾ ഈ എൻ്റർപ്രണേഴ്സിന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യാനും ഒന്നുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല. പരിഹാരം കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയം തന്നെ ഇല്ലായിരുന്നു. കാരണം ഇപ്പോൾ ഇവർ പറഞ്ഞല്ലോ ഈ ഡഞ്ച് എന്നുള്ളത് 3 മാസമായിട്ടുള്ളൂ. ഒരാഴ്ച മുന്നേ തുറന്ന വേറൊരു സ്ഥാപനം ഇവിടെ ഉണ്ട്. ഇനിയൊരു 5 എണ്ണത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഒന്നും പരിചയപ്പെടാനുള്ള സമയം പോലും നമുക്കില്ല.
കാരണം നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലുള്ളതാണ്. അപ്പം ഇതിനൊക്കെ ഒരു പാർക്കിങ്ങിനൊക്കെ ഒരു പ്രോപ്പർ പ്ലാനിങ്ങിലോട് കൂടി തന്നെ ഇതിനെ ചെയ്യാമായിരുന്നു ശരിക്കും. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം ഈ ഒരു 1 മന്ത് ട്രയൽ പീരീഡ് കഴിഞ്ഞിട്ട് കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എല്ലാ പ്രശ്നവും പരിഹരിച്ച് പഴയ പോലെ സജീവമായിട്ട് തന്നെ ആ ഭാഗം കച്ചവടം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഐ ഹോപ്പ് സോ. ബട്ട് ഇനി അങ്ങനെ നടന്നിട്ടില്ല. ഈ 10 വരെ എന്നുള്ളത് ഒരിക്കലും നമ്മൾ കച്ചവടം വെച്ചിട്ട് പോസിബിൾ അല്ല. കാരണം നമ്മൾ കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ഡിന്നറാണ്. ഒരു ഡിന്നർ ടൈം എന്ന് പറയുന്നത് 3 o'clock മുതലാണ്. ഈവനിങ് ടീ സ്നാക്സ് മുതൽ ഡിന്നറിലുള്ള ഒരു ഫുഡ് ആണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. ആവശ്യം എത്ര മണി വരെ വേണമെന്നാണ് മിനിമം ഒരു 12:30 വരെയെങ്കിലും നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ലാസ്റ്റ് ബില്ലിംഗ് എങ്കിലും കൊടുക്കാൻ പറ്റണം. ഒരു 1:30 ആകുമ്പോഴത്തേക്ക് ക്ലീനിങ് ചെയ്ത് വൈപ്പ് ചെയ്ത്, കാരണം ഇത് ഫുഡാണ്, നമുക്ക് ഡെയിലി ഇത് ക്ലീൻ ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ വർക്കേഴ്സിന് അതിൻ്റെതായിട്ടുള്ള ഒരു ടൈമും വേണം. അപ്പം ഒരു 12:30 വരെയൊക്കെ നമുക്ക് ഓക്കെയാണ്, നമുക്ക് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ് വന്നതുകൊണ്ടും ഈ ഒരു റോഡ് മാത്രമേ പാർക്കിങ്ങിനായിട്ടുള്ള ആശ്രയമുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും ഇത്രയും സെയിലൊക്കെ ഇവിടെ വരുള്ളൂ. നമുക്ക് കൂടുതലാക്കിയിട്ടൊന്നും പെട്ടിയിലിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു മിനിമം ഇതേ കിട്ടുള്ളൂ ഇവിടുന്ന്. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ 10:30 ഒരിക്കലും പോസിബിൾ അല്ല. പക്ഷേ ഇവിടുത്തെ റെസിഡൻസിനെ മാനിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, 10:30 വരെ ഒരു മാസം ഒരു ട്രയൽ പീരീഡ് എന്നുള്ള രീതിയിലാക്കാം. ഇനി അതല്ല, നമുക്ക് ബഹുമാനപ്പെട്ട റിയാസ് സാറ് ഈ കോഴിക്കോടുകാരൻ തന്നെയാണ്, നമുക്കൊരു നല്ലൊരു ലാൻഡ് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലത്തെ ചെറുപ്പക്കാർ അതിനൊരു ബ്യൂട്ടിഫുൾ കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു ഫുഡ് കോർട്ടായിട്ട് നമ്മൾ ബിൽഡ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഇവിടെ തന്നെ കച്ചവടം ചെയ്യണമെന്നുള്ള യാതൊരു നിർബന്ധമില്ല. കാരണം ഈ ഒരു സ്ട്രീറ്റ് ഇങ്ങനെ സൃഷ്ടിച്ചതും എല്ലാം നമ്മളാണ്, ഡെവലപ്പാക്കിയത് നമ്മളാണ്. ഈ സ്ഥലത്ത് വരുന്ന ലാൻഡിൻ്റെ റെൻറ്റ് ഞാൻ ആദ്യം വന്ന ആളാണ്. എൻ്റെ ഡബിൾ റെൻ്റാണ് ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ലാസ്റ്റ് വന്ന ആൾക്കാർക്ക് കിട്ടുന്നത്. പ്രദേശവാസികൾക്ക് തന്നെയാണ് അത് കിട്ടുന്നത്. അതുമൂലം അവിടുത്തെ ഏരിയ ആണ് ഡെവലപ്പ് ആവുന്നത്. ഒരു ഏരിയ, അതായത് ഒരു ബിൽഡിംഗ് പോലുള്ളത്തെ ഏരിയ, ഒരു കാലി ലാൻഡിൽ നമ്മൾ ഫുൾ ലൈസൻസോട് കൂടി കോർപ്പറേഷനിൽ എന്തൊക്കെ ലൈസൻസ് ആണോ ഈ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയത് അതെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇത് തുടങ്ങിയിട്ടുള്ളത്. അതുമൂലം കിട്ടുന്നത് ഇവിടുത്തെ ടൂറിസം ഡെവലപ്പ് ആവുന്നുണ്ട്, ഇവിടുത്തെ ഫുഡ് കൾച്ചർ ഡെവലപ്പ് ആവുന്നുണ്ട്, ഈ സോഷ്യൽ ഏരിയ ഡെവലപ്പ് ആവുന്നുണ്ട്. അത് കൂടെ തന്നെ ഇത് ഒരു പ്രോബ്ലമായിട്ടും മാറുന്നുണ്ട്, ഈ പാർക്കിങ്ങിൻ്റെ ഇഷ്യൂ കാര്യങ്ങൾ. മറ്റൊരു കാര്യം ചെയ്യട്ടെ, ഇപ്പം ഈ വിഷയം ഉയർന്നു വന്നത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ വ്യാപാരികളുടെ ഭാഗത്ത് നിന്ന് അത്തരം നടപടികളൊന്നും അവിടെ ആ ഭാഗത്ത് നിന്ന് ഇല്ലാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ, ഒരു കരുതൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, നമ്മൾ റെസ്റ്റോറൻറ്റിൽ നമുക്ക് എവറി 360 ഡിഗ്രിയിൽ നമുക്ക് ക്യാമറ സ്ഥാപിക്കാൻ പറ്റും. അവിടെ അങ്ങനെ ഒരു അക്വിസിഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഡീറ്റെയിൽസ്, അയാളുടെ ഫോട്ടോ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് നമ്മളൊരു കസ്റ്റമർ ഇരുന്ന സമയത്ത് അയാളോട് നീ അത് ഉപയോഗിക്കുന്ന ആളാണോ എന്ന് ചോദിക്കാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. നമുക്കങ്ങനെ സംശയബോധമായിട്ടുള്ള എന്തെങ്കിലും കാര്യം നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പോലീസിനെ റിപ്പോർട്ട് ചെയ്യാനും നമ്മൾ റെഡിയാണ്. നിങ്ങളുടെ അറിവിൽ അങ്ങനെ എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ടോ ഈ നിലയ്ക്ക്? നമ്മൾ കടൻ്റെ ഉള്ളിൽ, കാരണം ഉള്ളിൽ ആ പരിസരത്ത് അതിനൊരു പ്രശ്നമുണ്ടോ ശരിക്കും? അതറിയില്ല, ഉണ്ടാവാം. കാരണം ഇപ്പം നിലവിലുള്ള സിറ്റുവേഷനിൽ ഈ കേരളം എന്നല്ല ഇന്ത്യയിൽ ഒട്ടാകെ ഈ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മളെ ഈ ഓരോ റെസ്റ്റോറൻറ്റും ഓപ്പൺ ബേസ്ഡ് ആണ്. ഒരു കഫേ ടൈപ്പ് ക്ലോസ്ഡ് AC അല്ല. നമ്മളത് റോഡ് സൈഡിൽ നിന്ന് നോക്കിയാൽ തന്നെ ഉള്ളിലേക്ക് ആ ഹോട്ടലിൻ്റെ എൻഡ് വരെ കാണാൻ പറ്റും. അപ്പോൾ ഒരിക്കലും ഇവിടെ ഒരു മറയിലൂടെ നമ്മൾ ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്നൊന്നും നടക്കുന്നില്ല. മാത്രമല്ല ഇവിടെ വരുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഫാമിലീസും കാര്യങ്ങളും ഇവിടെയുള്ള റെസിഡൻസിൻ്റെ ആൾക്കാരൊക്കെ തന്നെയാണ്. ഈ ഒരു ഇഷ്യൂ ഇപ്പം കൂടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ സംരംഭകർ വരുന്നത് കൊണ്ട് കൂടുതൽ പ്രോബ്ലം ഉണ്ടാവുന്നുണ്ട്. ഇപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കൂടുതൽ റഷാണ്, നമുക്കൊരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ക്രൗഡ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് നല്ലൊരു ലാൻഡ് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ കൺവേർട്ട് ചെയ്ത് ഇതിനെ നല്ലൊരു ടൂറിസം മേഖലയാക്കിയിട്ട് നമ്മളത് കാണിച്ചു തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാനുള്ളത്. എന്തായാലും ഇതാണ് വ്യാപാരികൾക്ക് പറയാനുള്ളത്. അവർക്ക് വലിയ വിഷനുണ്ട്, ആ നിലയ്ക്കാണ് അവർ പ്രവർത്തനം തുടങ്ങിയത്. സർക്കാരിനോടും അവർ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ സമാനമായ രീതിയിൽ ഒരു ഫുഡ് കോർട്ട് കൾച്ചർ മറ്റെവിടെയെങ്കിലും കൊണ്ടുവരാനാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ താൽക്കാലിക പരിഹാരമായിട്ടുണ്ട്. രാത്രി 10:30 വരെ കടകൾ പ്രവർത്തിക്കും. ട്രയൽ പീരീഡായി 1 മാസത്തേക്കാണ് ആ നിലയ്ക്ക് പ്രവർത്തിക്കുക. അതിനുശേഷം പിന്നീട് സബ് കമ്മിറ്റി വിലയിരുത്തിയതിനു ശേഷമായിരിക്കും തുടർ പ്രവർത്തനങ്ങളും നടത്തുക.